ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലൈക്ക് അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെ എടുക്കാറില്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ വിചാരിച്ചു ടൗണിലോട്ട് പോകാമെന്ന്. അപ്പം കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മോയ്സ്ചറൈസർ നേരത്തെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ സൺസ്ക്രീൻ ഓരോ 4 മണിക്കൂർ കൂടുമ്പോൾ ഇടണം എന്നാണ്. പിന്നെ എന്തിനാ വെറുതെ പൈസ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇടയ്ക്കെപ്പോഴെങ്കിലും ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് സൺസ്ക്രീൻ നമ്മൾ ഇടണം, കുറച്ച് ഇടണം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അതുകഴിഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ കട്ടിലെ ഫുൾ അഴുക്കായിട്ട് ഞാൻ വീഡിയോയിൽ കാണില്ലേ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ ഐ ലാഷസ് ഒന്ന് ജസ്റ്റ് കേൾ ചെയ്യണം, പിന്നെ മസ്കാര ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി, പിന്നെ ഐലൈനർ ഇടണം. അത് ഞാൻ കണ്ണാടിയിലൂടെ ഇടുന്നതായിരിക്കും കണ്ണാടി നോക്കിയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹെയർ സ്റ്റൈലാണ് ഗൈസ് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ അവസാനം അഴിച്ചിട്ട് അങ്ങ് പോകാൻ വിചാരിച്ച്, വേറൊരു ഹെയർ സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഒരു നല്ലത് വരും. ഭയങ്കര ഇഷ്ടമാണ്. ഒബ്സസ്ഡ് വിത്ത് ദിസ് ഷെയ്ഡ്. കുറച്ച് പട്ടിഷോടാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലിപ് ലൈനർ ഒന്നുകൂടെ ഇടണം. അത് ഞാൻ ശരിക്കും ഷാർപ്പ്നർ ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പം വിചാരിച്ചു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഇത് ജസ്റ്റ് ഒന്ന് ബാംഗിൾ വെറുതെ ഒരു ഷോയ്ക്ക് ഇട്ടതാണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ബൈ.